ഇന്ന് ദൈവമേ കൈതൊഴാൻ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. പുതിയങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് പുത്തൂർ ദുർഗാ ക്ഷേത്രം. പരശുരാമൻ കടലോരത്ത് പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ 107ാമത്തെ ക്ഷേത്രമാണിത് എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദുർഗാദേവി ക്ഷേത്രവും വാസ്കോഡ ഗാമയും തമ്മിൽ ചരിത്രപരമായ രസകരമായ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ ആ ബന്ധം അറിയാം, ഒപ്പം ക്ഷേത്ര വിശേഷങ്ങളും ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ. കേരളീയ ശൈലിയിലുള്ള മനോഹരമായ വാസ്തുവിദ്യ, തടികളിൽ തീർത്ത സൂക്ഷ്മമായ കൊത്തുപണികൾ, മേൽക്കൂരയിലെ ശില്പങ്ങൾ. പുത്തൂർ ദുർഗാക്ഷേത്രത്തിന് അങ്ങനെ പ്രത്യേകതകളേറെയാണ്. പരശുരാമൻ കടലോരത്ത് പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ 107ാമത്തെ ദുർഗാക്ഷേത്രമാണ് സാമൂതിരി രാജാവിന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം. 3 ഭാവങ്ങളോടുകൂടിയ ദേവിയുടെ പ്രതിഷ്ഠ കേരളത്തിൽ വളരെ വിരളമാണ്. പോർച്ചുഗീസുകാരാൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ ക്ഷേത്രവുമാണിത്. രാവിലെ സരസ്വതി, മധ്യാഹ്നത്തിൽ ലക്ഷ്മി ദേവി, വൈകുന്നേരം ദുർഗയായിട്ട് സങ്കല്പം. പിന്നെ വിശേഷ ദിവസങ്ങളിലും പിന്നെ നവരാത്രിയാണ് പ്രധാനം. ഉത്സവമുണ്ട്, നല്ല ആൾക്കാർ വരാറുണ്ട്. 1498 കോഴിക്കോട് കാപ്പാട് തീരത്തിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ സാമൂതിരി രാജാവിനെ കാണാൻ പോകും വഴി ഈ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിന്റെ കവാടത്തിൽ 7 വലിയ മണികൾ തൂക്കിയിട്ടിരുന്നു. ഇതുകണ്ട ഗാമയും കൂട്ടരും ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണെന്ന് തെറ്റിദ്ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ശ്രീകോവിലിനുള്ളിലെ ദുർഗാദേവിയുടെ വിഗ്രഹത്തെ ദൂരെ നിന്നു കണ്ട ഗാമ അത് വിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപമാണെന്ന് ഉറപ്പിച്ചതായും അവിടെ പ്രാർത്ഥിച്ചുവെന്നും രസകരമായ ഐതിഹ്യവുമുണ്ട്. ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ സമയത്ത് പോകുന്ന സമയത്ത് ഇതൊരു പള്ളിയാണെന്ന് വിചാരിച്ച് ഇവിടെ കയറി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന രീതിയിൽ നടത്തുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരം മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ന്യൂസ് മലയാളം, കോഴിക്കോട്.